സെയിൻറ്റ് ജോസഫ് ഫൊറോന ദേവാലയം, ഒറ്റപ്പാലം. വള്ളുവനാട്ടിലെ പ്രധാന കേന്ദ്രങ്ങളിലെ ഒരു പ്രദേശമാണ് ഒറ്റപ്പാലം. 1977 ശ്രീ MSU മേനോൻ്റെ പക്കൽ നിന്നും വാങ്ങിയ 2 ഏക്കർ സ്ഥലത്താണ് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഈ ആത്മീയ ഗോപുരത്തിന് നേതൃത്വം നൽകാൻ ആദ്യം നിയമിതനായത് ബഹുമാനപ്പെട്ട പോൾ തോട്ടിയാനച്ചനാണ്. 1978 മാർച്ച് 19 അഭിവന്യ മാർ ജോസഫ് ഇരുമ്പൻ പിതാവ് ഈ ദേവാലയത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. വിശ്വാസികളുടെ കൂട്ടായ്മയും ഉദാരമനസ്കരുടെ സംഭാവനകളും ബഹുമാനപ്പെട്ട തോട്ടിയാനച്ചൻ്റെ കർമ്മധീരതയും ഒത്തുചേർന്നപ്പോൾ 1979 ഫെബ്രുവരി 4 ഇടവക ദേവാലയം സ്ഥാപിതമായി. കാലാകാലങ്ങളിൽ വന്ന വികാരിമാരും അസ്തേന്തിമാരുമായി 25ഓളം വൈദികർ ഇടവകയിൽ ശുശ്രൂഷയ്ക്കായി കടന്നുവന്നു. ദൈവജനത്തിൻ്റെ ആത്മീയ അഭിലാഷം മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ മിസ്സിസാഗ രൂപതയുടെ അധ്യക്ഷനായ അഭിവന്യ മാർ ജോസഫ് കല്ലുവേലിൽ പിതാവ് ഇവിടെ വികാരിയായിരുന്നപ്പോൾ പുതിയ ദേവാലയത്തെക്കുറിച്ചുള്ള കർമ്മപദ്ധതികൾ തയ്യാറാക്കി 1999 സെപ്റ്റംബർ 19 അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്തു പിതാവ് പള്ളിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കുകയും അനേകരുടെ സഹായത്തോടെ 2001 മെയ് 5 അഭിവന്യ പിതാവ് പുതിയ ദേവാലയം കൂദാശ ചെയ്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. 80 കുടുംബങ്ങളിൽ നിന്നും 162 കുടുംബങ്ങളായി ഈ ഇടവക വളർന്നു. ബഹുമാനപ്പെട്ട MSMI സിസ്റ്റേഴ്സിൻ്റെയും ബഹുമാനപ്പെട്ട ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സിൻ്റെയും സേവനം ഇടവകയ്ക്ക് ആത്മീയ ഉണർവ് നൽകുന്നു. ഇടവകയിൽ നിന്നും 2 വൈദികരും 4 സിസ്റ്റേഴ്സുമാണ് സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ജെയിംസ് ചക്കിയാത്തച്ചൻ വികാരിയായിരുന്ന സമയത്ത് പള്ളിയുടെ മുകളിലുള്ള സ്ഥലത്തേക്ക് റോഡ് വെട്ടുകയും കുരിശുമല സ്ഥാപിക്കുകയും ചെയ്തു. അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് ഇതിന് നീതിമല എന്ന് പേരിടുകയും 2022 മാർച്ച് 13 ഇത് വെഞ്ചരിക്കുകയും ചെയ്തു. നിലവിലുള്ള സെമിത്തേരിയുടെ സ്ഥലപരിമിതി മൂലം പുതിയ സെമിത്തേരി സ്ഥാപിക്കുകയും 2024 മാർച്ച് 10 അഭിവന്യ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ് വെഞ്ചരിക്കുകയും ചെയ്തു. 2021 ഓഗസ്റ്റ് മുതൽ ബഹുമാനപ്പെട്ട സണ്ണി വാഴേപ്പറമ്പിലച്ചൻ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. സെൻറ് മേരീസ് ഇടവക ദേവാലയം, ആലങ്ങാട്. 1994 സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയത്തിൽ ഇപ്പോൾ 37 കുടുംബങ്ങളാണുള്ളത്. കടമ്പഴിപ്പുറം ഇടവകയുടെ ഭാഗമായിരുന്ന ആലങ്ങാട് വേങ്ങശ്ശേരി പ്രദേശവാസികളുടെ സൗകര്യത്തെ പ്രതി ശ്രീ VV അഗസ്റ്റിൻ പള്ളിക്കു വേണ്ടി ദാനമായി നൽകിയ 17 സെൻറ് സ്ഥലത്താണ് ബഹുമാനപ്പെട്ട ജോൺസൺ കട്ടിയക്കാരനച്ചൻ്റെ നേതൃത്വത്തിൽ അഭിവന്യ മാർ ജോസഫ് ഇരുമ്പൻ പിതാവ് ആദ്യ ദേവാലയം കൂദാശ ചെയ്തത്. ഇടവകയുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ ബഹുമാനപ്പെട്ട നീലേഷ് തുരുത്തിവേലിയച്ചൻ്റെ നേതൃത്വത്തിൽ പുതിയ ദേവാലയത്തെക്കുറിച്ച് ചിന്തിക്കുകയും പള്ളി പണിയുവാനുള്ള പദ്ധതികൾ ആരംഭിച്ചതിൻ്റെ ഫലമായി ഇടവകയുടെ കൂട്ടായ പരിശ്രമത്തോടെ 2019 സെപ്റ്റംബർ 7 അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് പുതിയ ദേവാലയം കൂദാശ ചെയ്തു. 3 വൈദികരും 4 സിസ്റ്റേഴ്സും ഇടവകയിൽ നിന്ന് സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യുന്നു. 2023 ഫെബ്രുവരി മുതൽ ബഹുമാനപ്പെട്ട ലിനോ ഇമ്മട്ടിയച്ചൻ ഇടവകയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. സെയിൻറ്റ് ജോസഫ് ഇടവക ദേവാലയം, ഗണേശഗിരി.
ഭാരതപ്പുഴയ്ക്കും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള ഗണേശഗിരി, മുണ്ടായ എന്നീ ഭാഗങ്ങൾ ഉൾപ്പെട്ട പ്രദേശങ്ങളാണ് ഇടവക അതിർത്തിയിൽ വരുന്നത്. ഈ ഭാഗത്തുള്ള ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമെന്ന നിലയിൽ ബഹുമാനപ്പെട്ട ജോസ് പി ചിറ്റിലപ്പിള്ളിയച്ചൻ ശ്രീ ആലുക്ക റാഫേലിൽ നിന്നും 25 സെന്റ് സ്ഥലം പള്ളിക്കു വേണ്ടി വാങ്ങിച്ചു. ദൈവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാരംഭ തടസ്സങ്ങളെ മറികടക്കുന്നതിനു വേണ്ടി പല വൈദികരും ഏറെ കഠിനാധ്വാനം ചെയ്തു. 19/4/2011 ജില്ലാ കലക്ടറിൽ നിന്നും അനുവാദം ലഭിച്ചതോടെ ബഹുമാനപ്പെട്ട ജോബി തരണിയിലച്ചൻ്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 2014 മെയ് 29 രൂപതയുടെ റൂബി ജൂബിലി സ്മാരകമെന്നോണം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയം അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് കൂദാശ ചെയ്തു. ബഹുമാനപ്പെട്ട റെന്നി പുറത്തൂരച്ചൻ വികാരിയായിരുന്ന സമയത്ത് വേളാങ്കണ്ണി മാതാവിൻ്റെ നാമത്തിലുള്ള കപ്പേളയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും 2022 ഒക്ടോബർ 2 അഭിവന്യ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ് വെഞ്ചരിക്കുകയും ചെയ്തു. 17 കുടുംബങ്ങളാണ് ഇപ്പോൾ ഇടവകയിലുള്ളത്. ചെറിയ പറമ്പിൽ കുടുംബത്തിൽ നിന്നും 2 വൈദികരാണ് ഇവിടെ നിന്നും സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യുന്നത്. ഇടവകയോട് ചേർന്ന് കപ്പൂച്ചിൻ ക്രിസ്തുജ്യോതി പ്രോവിൻസിൻ്റെ സെയിൻറ്റ് അൽഫോൻസ ആശ്രമവും പ്രവർത്തിച്ചു വരുന്നു. ആശ്രമത്തിലെ വൈദികരുടെ സേവനം ഇടവകയ്ക്ക് വലിയ അനുഗ്രഹമാണ്. സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി ഇടവക ദേവാലയം, കടമ്പൂർ. നാടുവാഴിത്തത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന വള്ളുവനാടിൻ്റെ ഭാഗമായ കൂനമലയും അനങ്ങന്മലയും പാട്ടിമലയും ചേർന്ന കാർഷിക ഗ്രാമമാണ് കടമ്പൂർ. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മംഗലനച്ചൻ തുടക്കമിട്ട ആത്മീയ ശുശ്രൂഷയുടെ പിൻബലത്തിൽ ശ്രീ തെക്കേക്കര ജോസിൻ്റെ പക്കൽ നിന്നും ലഭിച്ച 1 ഏക്കർ സ്ഥലത്താണ് 1980 നവംബർ 1 അഭിവന്യ മാർ ജോസഫ് ഇരുമ്പൻ പിതാവ് ആദ്യ ദേവാലയം വെഞ്ചരിച്ചത്. 15 കുടുംബങ്ങളുമായി ആരംഭിച്ച ഈ ഇടവക ഇന്ന് 175 കുടുംബങ്ങളായി വളർന്നു. ബഹുമാനപ്പെട്ട ജോസ് കന്നുംകുഴി അച്ഛൻ്റെയും ഇടവകാംഗങ്ങളുടെയും കൂട്ടായ പരിശ്രമത്താൽ 2004 ഒക്ടോബർ 28 അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് പുതിയ ദേവാലയം കൂദാശ ചെയ്തു. 2 വൈദികരും 8 സിസ്റ്റേഴ്സും ചേർന്ന് 10ഓളം പേർ സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യുന്നു എന്നത് ഇടവകയുടെ അഭിമാനമാണ്. ഇക്കാലങ്ങളിൽ ഇടവകയുടെ ആത്മീയ വളർച്ചയ്ക്കായി 21ഓളം വൈദികർ ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സന്തോഷ് മുരിക്കിനാനി അച്ഛൻ്റെ നേതൃത്വത്തിൽ ദീർഘവീക്ഷണത്തോടെ വിശ്വാസി സമൂഹം മുഴുവനും ഒന്നിച്ച് മുന്നേറുന്നു എന്നതിൽ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വിമലനാഥ ഇടവക ദേവാലയം, കേരളശ്ശേരി. പത്തിരിപ്പാലയുടെയും കോങ്ങാടിൻ്റെയും ഇടയിലുള്ള ഗ്രാമപ്രദേശമായ കേരളശ്ശേരിയിൽ 8 കത്തോലിക്ക കുടുംബങ്ങളെ ചേർത്തുപിടിച്ച് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മംഗലൻ അച്ഛൻ ശ്രീ ചെറിയാൻ വർഗീസ് പനക്കത്തോട്ടത്തിൻ്റെ പക്കൽ നിന്നും വാങ്ങിയ 2 ഏക്കർ സ്ഥലത്ത് ആദ്യ ദേവാലയത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും 1982 മെയ് 20 അഭിവന്യ മാർ ജോസഫ് ഇരുമ്പൻ പിതാവ് ദേവാലയം വെഞ്ചരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. ഇടവകയിൽ വീടുകൾ വർദ്ധിച്ചതോടെ പുതിയ ദേവാലയത്തിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുകയും 1985 മാർച്ച് 16 രണ്ടാമത്തെ ദേവാലയവും പുതിയ സെമിത്തേരിയും നിലവിൽ വന്നു. 2004 മുതൽ കാഞ്ഞിരപ്പള്ളി രൂപതാംഗമായ ബഹുമാനപ്പെട്ട ജെയിംസ് വെൺമാന്ത്രയച്ചൻ വികാരിയായിരുന്നപ്പോഴാണ് പുതിയ വൈദിക മന്ദിരം പണി കഴിപ്പിച്ചത്. ക്രൈസ്തവ കുടുംബങ്ങളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതിനാൽ കാലഘട്ടത്തിന് യോജിച്ച ദേവാലയം വേണമെന്ന ആവശ്യത്തിൽ നിന്നും ബഹുമാനപ്പെട്ട ജോബി കാച്ചപ്പള്ളി അച്ഛൻ്റെ കാലത്ത് പുതിയ ദേവാലയത്തിന് വേണ്ട കർമ്മപദ്ധതികൾ തയ്യാറാക്കുകയും ഇടവകാംഗങ്ങളുടെ കൂട്ടായ പരിശ്രമത്തോടെ
2019 ജൂൺ 1 അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് പുതിയ ദേവാലയം കൂദാശ ചെയ്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഇപ്പോൾ 70 കുടുംബങ്ങളുള്ള ഈ ഇടവകയിൽ നിന്നും 2 വൈദികരും 2 സിസ്റ്റേഴ്സും സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യുന്നു. 2011 മുതൽ ബഹുമാനപ്പെട്ട ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ സേവനം ഇടവകയ്ക്ക് അനുഗ്രഹമാണ്. 2021 ജൂൺ മുതൽ ബഹുമാനപ്പെട്ട റിജോ മേടക്കലച്ചൻ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. സെന്റ് ഇഗ്നേഷ്യസ് ഇടവക ദേവാലയം പൂനത്തറ. ഒറ്റപ്പാലത്തിൻ്റെയും ഷൊർണൂരിൻ്റെയും ഇടയിൽ പൂനത്തറ വള്ളുവനാടിൻ്റെ സാംസ്കാരിക പൈതൃകം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ്. 1985 ഏപ്രിൽ 17 പൂനത്തറയിലെ കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആനന്ദ നിമിഷം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ നാമത്തിൽ ഇടവക സ്ഥാപിതമായ ദിവസം. ശ്രീ VD മാണി വണ്ടപ്രായിൽ നിന്നും ദാനമായി ലഭിച്ച 20 സെന്റ് സ്ഥലത്ത് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കടമ്പാട്ടുപറമ്പിലച്ചൻ്റെ നേതൃത്വത്തിൽ ദേവാലയ നിർമ്മാണം ആരംഭിച്ചു. MST സഭാംഗമായ ബഹുമാനപ്പെട്ട അബ്രഹാം അഴകത്തച്ചൻ വികാരിയായിരുന്ന കാലത്ത് അഭിവന്യ മാർ ജോസഫ് ഇരുമ്പൻ പിതാവ് പള്ളി വെഞ്ചരിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചു. പിന്നീട് കാലാകാലങ്ങളിലായി വന്ന വൈദികരുടെ നേതൃത്വത്തിൽ ഇടവകയുടെ ആവശ്യമനുസരിച്ച് സ്ഥലം വാങ്ങിക്കുകയും ചെയ്തു. ആരംഭത്തിൽ 58 കുടുംബങ്ങളുമായി ആരംഭിച്ച ഇടവക ഇന്ന് 120 കുടുംബങ്ങളായി വളർന്നു. 40 വർഷം പിന്നിടുന്ന ഈ ഇടവകയിൽ 20ഓളം വൈദികർ വികാരിമാരായി ശുശ്രൂഷ ചെയ്തു. ഇടവകയിൽ നിന്നും ഒരു വൈദികനും 4 സിസ്റ്റേഴ്സുമാണ് സമർപ്പിതരായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട റെന്നി കാഞ്ഞിരത്തിങ്കലച്ചൻ വികാരിയായിരുന്ന സമയത്ത് പള്ളിയുടെ രജത ജൂബിലി ആഘോഷിക്കുകയും വൈദിക മന്ദിരം പണി കഴിപ്പിക്കുകയും ചെയ്തു. വിശ്വാസികളുടെ സൗകര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇടവകാംഗങ്ങളുടെ കൂട്ടായ സഹകരണത്തോടെ ബഹുമാനപ്പെട്ട സുമേഷ് 40ാങ്കളമച്ചൻ്റെ നേതൃത്വത്തിൽ മനോഹരമായ ദേവാലയം നിർമ്മിക്കുകയും 2018 മെയ് 28 അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്തു പിതാവ് പുതിയ ദേവാലയം കൂദാശ ചെയ്ത് ആരാധനയ്ക്കായി പ്രതിഷ്ഠിച്ചു. ബഹുമാനപ്പെട്ട മർത്ത സിസ്റ്റേഴ്സ് നടത്തുന്ന ആശാദീപം സ്പെഷ്യൽ സ്കൂൾ, ബഹുമാനപ്പെട്ട ചാരിറ്റി സിസ്റ്റേഴ്സ് നടത്തുന്ന ശരണാലയം ഓൾഡ് ഏജ് ഹോം എന്നിവയുടെ പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇടവകയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനവും എടുത്തു പറയേണ്ടതാണ്. 2022 മെയ് മാസം മുതൽ ബഹുമാനപ്പെട്ട റെന്നി പുറത്തൂരച്ചൻ ഇടവകയുടെ ആത്മീയ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ശുശ്രൂഷ ചെയ്തു വരുന്നു. സെന്റ് മേരീസ് ഇടവക ദേവാലയം പാലപ്പുറം. 1983 ഡിസംബർ 21 പാലപ്പുറം സെന്റ് മേരീസ് ഇടവക സ്ഥാപിതമായത്. പാലപ്പുറം സത്യപ്രഭയിൽ മാളിക്കൊന്ന ഇറമ്പാളാദ്രി രത്നത്തിൻ്റെ പക്കൽ നിന്നും 40 സെന്റ് സ്ഥലം ആധാരം ചെയ്തു വാങ്ങിയ സ്ഥലത്താണ് ഇപ്പോൾ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇടവകയുടെ പ്രഥമ വികാരിയായി നിയമിതനായത് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കടമ്പാട്ടുപറമ്പിലച്ചനായിരുന്നു. 42 വർഷം പിന്നിട്ട ഈ ഇടവകയിൽ 18ഓളം വൈദികർ വികാരിമാരായി സേവനമനുഷ്ഠിച്ചു. 35 കുടുംബങ്ങളുമായി ആരംഭിച്ച ഈ ഇടവക ഇപ്പോൾ 126 കുടുംബങ്ങളായി വളർന്നു. 11ഓളം സമർപ്പിതർ ഇടവകയിൽ നിന്നും പല സ്ഥലങ്ങളിലായി ശുശ്രൂഷ ചെയ്തു വരുന്നു. ബഹുമാനപ്പെട്ട ബെറ്റ്സൺ തൂക്കുപറമ്പിലച്ചൻ വികാരിയായി ശുശ്രൂഷ നിർവഹിച്ച അവസരത്തിലാണ് പുതിയ ദേവാലയത്തിനു വേണ്ട പരിശ്രമങ്ങൾ ആരംഭിച്ചത്. 2008 ഡിസംബർ 13 അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്തു പിതാവ് പുതിയ ദൈവാലയം കൂദാശ ചെയ്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു. ലക്കിടിയിലുള്ള ബഹുമാനപ്പെട്ട CMC സിസ്റ്റേഴ്സിൻ്റെ സേവനം പള്ളിക്ക് അനുഗ്രഹമാണ്. മാനസിക രോഗികൾക്കു വേണ്ടിയുള്ള പോളി ഗാർഡൻ,
CMI വൈദികർ നടത്തുന്ന സുഹൃത്ത് ഭവൻ എന്നീ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ ഇടവക അതിർത്തിയിലെ സ്ഥാപനങ്ങളാണ്. ബഹുമാനപ്പെട്ട ജോസ് അങ്ങേവീട്ടിലച്ചൻ വികാരിയായിരുന്ന സമയത്ത് പള്ളിക്ക് ഒരു സെമിത്തേരി നിർമ്മിക്കുകയും 2022 ജൂൺ 26 അഭിവന്യ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ് അത് വെഞ്ചരിക്കുകയും ചെയ്തു. സെമിത്തേരിക്കു വേണ്ടി 25 സെന്റ് സ്ഥലം ദാനമായി നൽകിയ ശ്രീ സ്കറിയ കിഴക്കേത്തോട്ടത്തെ നന്ദിയോടെ ഓർക്കുന്നു. 2023 മുതൽ MST സഭാംഗമായ ബഹുമാനപ്പെട്ട ബെന്നി കണ്ണാംതടത്തിലച്ചൻ ഇടവകയെ ആത്മീയമായി നയിച്ചുകൊണ്ടിരിക്കുന്നു. സെന്റ് പോൾസ് ഇടവക ദേവാലയം പട്ടാമ്പി. ഭാരതപ്പുഴയുടെ വലതുകരയിൽ ഷൊർണൂരിനും കുറ്റിപ്പുറത്തിനുമിടയിലുള്ള സ്ഥലമാണ് പട്ടാമ്പി. 16 പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വളരെ വിസ്തൃതമായ ഇടവകയാണ് പട്ടാമ്പി. 1991 ബഹുമാനപ്പെട്ട ജോസ് പി ചിറ്റിലപ്പിള്ളി അച്ഛൻ 3 ആധാരങ്ങൾ വഴി 1/2 ഏക്കർ സ്ഥലം വാങ്ങിയതോടെയാണ് പള്ളിക്കു വേണ്ട പ്രാരംഭ നടപടികൾ ആരംഭിച്ചത്. 1991 നവംബർ 18 ക്ലാരിസ്റ്റ് സന്യാസിനികൾ ആരംഭിച്ച സെന്റ് പോൾസ് കോൺവെൻറ്റിൻ്റെ കപ്പേളയിലാണ് ഇടവകാംഗങ്ങൾ ദിവ്യബലി അർപ്പിക്കാൻ ഒരുമിച്ച് കൂടിയിരുന്നത്. ബഹുമാനപ്പെട്ട ഫാദർ ആൻഡ് വരിക്കാട്ട്, ഫാദർ സേവ്യർ മാറാമറ്റം എന്നിവരുടെ നേതൃത്വത്തിൽ 1998 ജനുവരി 26 അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്തു പിതാവ് വിശുദ്ധ പൗലോസിൻ്റെ നാമത്തിലുള്ള ദേവാലയം കൂദാശ ചെയ്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു. 1999 സെപ്റ്റംബർ 1 സ്വതന്ത്ര ഇടവകയായി ഉയർത്തപ്പെട്ടു. ആരംഭത്തിൽ 25 കുടുംബങ്ങളോടെ ആരംഭിച്ച ഇടവക ഇന്ന് 95 കുടുംബങ്ങളായി വളർന്നു. ബഹുമാനപ്പെട്ട സുമേഷ് 40-ാം കളം അച്ഛൻ്റെ നേതൃത്വത്തിലാണ് വൈദിക മന്ദിരം പണി കഴിപ്പിച്ചത്. 2024 മുതൽ ബഹുമാനപ്പെട്ട മിഥുൽ കോമ്പാറയച്ചൻ ഇടവകയെ ആത്മീയമായി നയിച്ചുകൊണ്ടിരിക്കുന്നു. സെന്റ് ആഗ്നസ് ഇടവക ദേവാലയം ഷൊർണൂർ. വള്ളുവനാടൻ സംസ്കാരം ഊട്ടി വളർത്തിയ നിളയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഷൊർണൂർ പട്ടണം ദക്ഷിണ റെയിൽവേയുടെ ഭൂപടത്തിലെ പ്രധാന സ്ഥലമാണ്. 1984 ജനുവരി 18 30 കുടുംബങ്ങളോടെ ആരംഭിച്ച സെന്റ് ആഗ്നസ് ദേവാലയം ഇന്ന് 110 കുടുംബങ്ങളായി വളർന്നു. ആദ്യത്തെ വികാരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കടമ്പാട്ടുപറമ്പിലച്ചൻ കുളപ്പുള്ളി ജംഗ്ഷനിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരെ കുളഞ്ചേരിക്കുളത്തിൻ്റെ സമീപം 57 സെന്റ് സ്ഥലം പള്ളിക്ക് വേണ്ടി വാങ്ങിച്ചു. ബഹുമാനപ്പെട്ട ജോസ് പി ചിറ്റിലപ്പിള്ളി അച്ഛൻ വികാരിയായിരിക്കുമ്പോഴാണ് 1988 ജനുവരി 16 പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം അഭിവന്യ മാർ ജോസഫ് ഇരുമ്പൻ പിതാവ് നിർവഹിച്ചത്. 1999 സെപ്റ്റംബർ 8 സ്വതന്ത്ര ഇടവകയായി ഉയർത്തുകയും പുതിയ സെമിത്തേരി, മാതാവിൻ്റെ കപ്പേള എന്നിവയുടെ വെഞ്ചിരിപ്പ് അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്തു പിതാവ് നിർവഹിക്കുകയും ചെയ്തു. 2 സമർപ്പിതരാണ് ഇടവകയിൽ നിന്നും ശുശ്രൂഷ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട CMC സിസ്റ്റേഴ്സിൻ്റെയും ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെയും ISSM സിസ്റ്റേഴ്സിൻ്റെയും സേവനം ഇടവകയ്ക്ക് ആത്മീയ ഉണർവ് നൽകുന്നു. CMI വൈദികർ നടത്തുന്ന കാർമൽ സ്കൂൾ, സെൻറ്റ് ജോസഫ് മൊണാസ്ട്രി എന്നിവ ഇടവക അതിർത്തിയിൽ ഉൾപ്പെടുന്നു. 2024 മുതൽ ബഹുമാനപ്പെട്ട ഡെബിൻ ആക്കാട്ടച്ചൻ ഇടവകയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്തു വരുന്നു. സെൻറ് മേരീസ് ഇടവക ദേവാലയം
മലയകം. മലകളാൽ ചുറ്റപ്പെട്ടതായതുകൊണ്ട് മലയകം എന്ന പേരുണ്ടായി. ശ്രീ സ്കറിയ ഞാവള്ളി ചൂരനാട്ട് 1989 പള്ളിക്ക് ദാനമായി നൽകിയ 2.5 ഏക്കർ സ്ഥലത്ത് അഭിവന്ദ്യ മാർ ജോസഫ് ഇരുമ്പൻ പിതാവ് പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയത്തിന് ശിലാസ്ഥാപനം നിർവഹിക്കുകയും ബഹുമാനപ്പെട്ട ജോസ് പി ചിറ്റിലപ്പിള്ളി അച്ഛൻ്റെ കാലത്ത് പള്ളിയുടെ പണികൾ പൂർത്തീകരിക്കുകയും 1991 മാർച്ച് 9 അഭിവന്ദ്യ പിതാവ് പള്ളി വെഞ്ചരിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചു. വളയത്തിൽ കുടുംബത്തിൽ നിന്നും ബഹുമാനപ്പെട്ട സേവ്യർ അച്ഛനും സിസ്റ്റർ റെജിയും സമർപ്പിതരായി ഇവിടെ നിന്നും ശുശ്രൂഷ ചെയ്യുന്നു. 1985 മുതൽ ബഹുമാനപ്പെട്ട മർത്ത സിസ്റ്റേഴ്സ് അവരുടെ സേവനം ഇടവകയ്ക്ക് വലിയ അനുഗ്രഹമാണ്. നിലവിൽ 10 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മിഥുൽ കോമ്പാറയച്ചൻ ഇവിടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നു. സെന്റ് മേരീസ് ഇടവക ദേവാലയം ചെർപ്പുളശ്ശേരി. 2000 ആണ്ട് സെപ്റ്റംബർ 8 ചെർപ്പുളശ്ശേരി ഇടവക സ്ഥാപിതമായത്. ബഹുമാനപ്പെട്ട ജോൺസൺ കണ്ണാമ്പാടത്തിലച്ചൻ വികാരിയായിരുന്ന സമയത്ത് അരമനയിൽ നിന്നും ലഭിച്ച തുക കൊണ്ട് 28 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുകയും ഇടവകാംഗങ്ങളുടെ സഹകരണത്തോടെ ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കി അഭിവന്ദ്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് ദേവാലയം കൂദാശ ചെയ്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു. പള്ളിയോടനുബന്ധിച്ച് പള്ളിക്കൂടം എന്ന ആശയത്തെ മുൻനിർത്തി അതിനു വേണ്ട കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് ഇപ്പോൾ ഹോളി മേരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന പേരിൽ പ്രൈമറി സ്കൂളും പള്ളിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയ ബഹുമാനപ്പെട്ട വർഗീസ് വാവോലിലച്ചനെ നന്ദിയോടെ ഓർക്കുന്നു. 23 കുടുംബങ്ങളാണ് ഇവിടെ ഇടവകക്കാരായി താമസിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട നിതിൻ മണിയങ്കേരിക്കളമച്ചൻ വികാരിയായി ശുശ്രൂഷ ചെയ്തു വരുന്നു. സെന്റ് ജെയിംസ് ഇടവക ദേവാലയം കുളക്കാട്ടുകുരിശി പാലക്കാടിൻ്റെ വടക്കുഭാഗത്തായി കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം ദേശങ്ങളുടെ ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കുടിയേറ്റ പ്രദേശമാണ് കുളക്കാട്ടുകുരിശി. ബഹുമാനപ്പെട്ട ജോസ് പൊട്ടേപ്പറമ്പിലച്ചൻ്റെയും ജോൺ മൈലംവേലി അച്ഛൻ്റെയും മേൽനോട്ടത്തിൽ ഇവിടെ ദൈവാലയം പണിയുകയും 1989 ഓഗസ്റ്റ് 15 അഭിവന്ദ്യ മാർ ജോസഫ് ഇരുമ്പൻ പിതാവ് കൂദാശ ചെയ്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. 13 ഇടവകക്കാരിൽ നിന്നും ഇന്ന് 63 കുടുംബങ്ങളായി ഈ ഇടവക വളർന്നു. 2004 മുതൽ ബഹുമാനപ്പെട്ട CMC സിസ്റ്റേഴ്സിൻ്റെ സേവനം ഇടവകയിൽ ലഭ്യമാണ്. ഇടവകക്കാരുടെ ദീർഘകാലത്തെ ആഗ്രഹത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായി ബഹുമാനപ്പെട്ട സേവിയർ വളയത്തിലച്ചൻ്റെ കാലത്ത് പുതിയ ദേവാലയം നിർമ്മിക്കുകയും 2012 ജനുവരി 28 അഭിവന്ദ്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് പുതിയ ദേവാലയം വെഞ്ചരിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചു. 1990-93 കാലഘട്ടങ്ങളിൽ ഇടവക ജനങ്ങളുടെ ആത്മീയ വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്യവൈദികരായ ഫാദർ ഡൺസ്റ്റൺ ഒലക്കേങ്കിൽ CMI, ഫാദർ സണ്ണി യൂക്കൻ CMI എന്നിവരുടെ സേവനത്തെ പ്രാർത്ഥനയോടെ ഓർക്കുന്നു. ഇവിടെ നിന്നും 3 വൈദികരും 3 സിസ്റ്റേഴ്സും സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യുന്നു. 14ഓളം വികാരിമാരുടെ തുടർച്ചയായി 2024 മുതൽ ബഹുമാനപ്പെട്ട ജെറിൻ വാഴപ്പിള്ളിയച്ചൻ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. സെയിൻറ്റ് ജോസഫ് ഇടവക ദേവാലയം കടമ്പഴിപ്പുറം 1977 ഡിസംബർ 25 കടമ്പഴിപ്പുറം കത്തോലിക്ക സമൂഹത്തിന് അവിസ്മരണീയ ദിനം. അഭിവന്ദ്യ മാർ ജോസഫ് ഇരുമ്പൻ പിതാവ് വിശുദ്ധ യൗസേ പിതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയം ആശീർവദിച്ചു.
ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മംഗലനച്ചൻ്റെ പ്രേഷിത തീക്ഷ്ണതയാൽ 30 കുടുംബങ്ങളോടെ ആരംഭിച്ച വിശ്വാസ സമൂഹം ഇന്ന് 140 കുടുംബങ്ങളായി വളർന്നു. വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതനുസരിച്ച് ബഹുമാനപ്പെട്ട ജോൺസൺ കട്ടേക്കാരനച്ചൻ വികാരിയായിരുന്ന സമയത്ത് 1984 പുതിയ ദേവാലയത്തിന് വേണ്ട പരിശ്രമങ്ങൾ ആരംഭിക്കുകയും 1996 ഏപ്രിൽ 23 അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് പുതിയ ദേവാലയം വെഞ്ചരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട വിൻസെൻ്റ് ഒല്ലൂക്കാരനച്ചൻ വികാരിയായിരുന്ന സമയത്താണ് പുതിയ വൈദിക മന്ദിരം പണി കഴിപ്പിച്ചത്. കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് കടമ്പൂർ, കുളക്കാട്ടുകുറിശി, ആലങ്ങാട് തുടങ്ങിയ ഇടവകകൾ ഇവിടെ നിന്നും രൂപം പ്രാപിച്ചതാണ്. ബഹുമാനപ്പെട്ട കർമ്മലീത്ത സിസ്റ്റേഴ്സിൻ്റെ സേവനം ഇടവകയ്ക്ക് എന്നും ഒരനുഗ്രഹമാണ്. ദൈവാനുഗ്രഹത്താൽ പുത്തൻ ദർശനങ്ങളുമായി ബഹുമാനപ്പെട്ട മാത്യു വാഴയിലച്ചൻ്റെയും തോമസ് ആരിശ്ശേരി അച്ഛൻ്റെയും നേതൃത്വത്തിൽ പുതിയ ആത്മീയ ഗോപുരത്തിൻ്റെ ശിലാസ്ഥാപനം 2023 ജൂലൈ 2 അഭിവന്യ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ് നിർവഹിച്ചു. ഈ പുതിയ ദൈവിക ഭവനത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി കാത്തിരിക്കുകയാണ് വിശ്വാസി സമൂഹം മുഴുവനും. ഇതിനു വേണ്ട എല്ലാ കൃപകളും നൽകി സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.